ഇന്നത്തെ ലോകത്ത് നാം കൂടുതലായി കേൾക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നതാണ് എന്നാളുകൾ പറയാറുണ്ട്. മാനസിക സമ്മർദ്ദം എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും ജോലിയും പഠനവും സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇതൊക്കെ കാരണം മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സമ്മർദ്ദാവസ്ഥയാണ് സ്ട്രെസ്. മലയാളത്തിൽ ഇത് പറയുന്നത് മാനസിക പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, മാനസിക ഭാരം എന്നൊക്കെയാണ്. ഈ കാലത്ത് പലർക്കും ഈ മാനസിക സമ്മർദ്ദം കാരണം രാത്രി ശരിയായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുള്ളവരുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരാം: ഇതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? ഞാൻ എന്തു ചെയ്യണം? നാം നേരിടുന്ന അനുദിന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ വളരെ ഭയപ്പെടുത്തുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലുണ്ടായിരുന്ന അരുൺ എന്ന യുവാവ് താനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം തന്റെ ഓഫീസിൽ നിന്നൊരു വാർത്ത താൻ കേട്ടു. കമ്പനിയിൽ ചില ജീവനക്കാരെ കുറയ്ക്കുവാൻ പോകുന്നു. ഇത് കേട്ടതോടെ തന്റെ മനസ്സിൽ മുഴുവൻ ആശങ്ക നിറഞ്ഞു. എന്റെ ജോലി പോയാൽ എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ നോക്കും? എന്റെ ഭാവി എന്താകും? ഇതൊക്കെ ഓർത്ത് രാത്രിയിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസം അവൻ തന്റെ പിതാവിനോട് ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചു. എന്നാൽ അവന്റെ അപ്പൻ അവനോട് പറഞ്ഞത്: മകനെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്നത്തെ ദിവസം എങ്ങനെ നന്നായി ജീവിക്കാൻ കഴിയും എന്നത് നമുക്ക് നിയന്ത്രിക്കാം. ഇത് ആ മകന്റെ ജീവിതത്തിൽ ഒരൽപ്പം ശാന്തത നൽകി. നാം പലപ്പോഴും ഭാവിയെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഒരു സത്യം ഇതാണ്: ആശങ്ക പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. മറിച്ച് ഇത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ കുറയ്ക്കുക തന്നെ ചെയ്യും. അതിനാൽ നാം തീരുമാനിക്കേണ്ട ഒരു കാര്യം, ആശങ്കപ്പെടുന്നതിനേക്കാൾ ഇന്ന് എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ മനസ്സമാധാനത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുക എന്നതാണ്. യേശു കർത്താവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. നമ്മുടെ ചിന്തകളും ഭയങ്ങളുമൊക്കെ നമുക്ക് ദൈവത്തോട് തുറന്നു പറയാം. പ്രാർത്ഥന നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകുകയാണ്. നമ്മുടെ യേശു കർത്താവിന്റെ വാക്കുകൾ നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരു ദിവസം അന്നത്തേക്ക് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ വളർത്തുന്നത്. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന നമുക്ക് സമാധാനം തരുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവിൻ. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളും എന്നാണ് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്ത വചനം. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരികയാണ്. ജീവിതം ഒരു വലിയ യാത്ര പോലെയാണ്. ആ യാത്രയിൽ വളരെ ഭാരമുള്ള ബാഗ് എടുത്ത് നടക്കുന്നു എന്ന് കരുതുക. ആ ബാഗ് മുഴുവനും നമ്മൾ ഒറ്റയ്ക്ക് വഹിച്ചാൽ നാം ക്ഷീണിച്ചു പോകും. പക്ഷെ ആരെങ്കിലും നമ്മെ സഹായിക്കാൻ വന്നാൽ എത്ര എളുപ്പമാകും. അതുപോലെ ദൈവം പറയുകയാണ്: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.